തിരുവാതിര തിരുവാതിരക്കാർക്ക് ഉള്ളിൽ നിന്ന് ജ്വലിക്കുന്ന ഒരു കരുത്തുണ്ട് എപ്പോഴും. അവരുടെ മാനസിക ശക്തിയും വ്യക്തിത്വവും വളരെ ശ്രദ്ധേയമാണ്. മനസ്സിലുള്ളത് എപ്പോഴും തുറന്നു പറയുകയുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ളതും കൊണ്ട് വ്യക്തിയോടെ മാത്രമേ സംസാരിക്കുള്ളൂ. അതും കൊണ്ട് ഇവർ ഒരാളുടെ മുഖത്ത് നോക്കി അയാളെ കുറ്റം പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇവർക്ക് ദേഷ്യം വരികയാണ്, ഇവർ ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ ഇവർക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് പിന്മാറാൻ സാധിക്കാറുണ്ട്. ഇവരുടെ ചിന്തന രീതി പൊതുവെ തെളിവുകളും അനുഭവ സമ്പത്തും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ആലോചനയായിരിക്കും. ഇവർ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ ഇവരെ മാറ്റാനേ കഴിയില്ല. കാരണം അതിൽ അത്രയും വിശ്വാസവും ആത്മാർത്ഥതയുള്ളവരായിരിക്കും ഇവർ. ഇവരുടെ ഭാവി കല, ഫിലോസഫി, സൈക്കോളജി, ഹ്യൂമൻ റിസോഴ്സസ്, സോഷ്യൽ വർക്കിംഗ് തുടങ്ങിയ മേഖലയിൽ ഇവർക്ക് എന്തായാലും തിളങ്ങാൻ കഴിയും. മനസ്സിനോട് തീർച്ചയായ ആത്മവിശ്വാസം വളർത്തിയാൽ ഇവർക്ക് എന്തായാലും ദൗർഭാഗ്യങ്ങളെ എന്തായാലും മറികടക്കാം. ഇവരുടെ വിവാഹബന്ധം ചേരാവുന്ന നക്ഷത്രങ്ങൾ പൂരം, ചോതി, അനിഴം. കാരണം ഇവർ മൂന്നുപേരുമായിട്ട് നല്ല ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം ഇവർക്ക് സ്ഥാപിക്കാൻ കഴിയും. പങ്കാളിയുമായി സംവേദനമുള്ള ബന്ധങ്ങളാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. തിരുവാതിരക്കാരെ പൊതുവെ ആകർഷിക്കുന്നത് സ്നേഹക്കൂടുതലും അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കി അവരെ പിന്തുടരുന്നവരെയുമാണ് അവർ കൂടുതൽ ആകർഷിക്കാറ്. അകത്തു നിന്ന് ഒരു വിശ്വാസം ബലപ്പെടുത്തിയാൽ ഇവരുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടാവും. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം 10 പേരിൽ 8 പേരും അത് ശരിയായിട്ട് തന്നെ വന്നു. അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി. ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്.